ഹായ്, ഫെയറി ബ്യൂട്ടിപീഡിയ ലവ്ലീസ് വ്ലോഗിൽ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഹെയർ സ്റ്റൈലിനെ കുറിച്ചാണ്. ഞാൻ ഒരു ഹെയർ സ്റ്റൈലിസ്റ്റായിട്ടാണ് ആദ്യം ഫീൽഡിലേക്ക് വരുന്നത്. ഏകജാലകം എന്നൊരു ഡോക്യുമെൻ്ററിയിലൂടെയാണ് എൻ്റെ തുടക്കം. പിന്നീട് ഈസ്റ്റ് വെസ്റ്റിൻ്റെ ആൽബങ്ങൾ, പിന്നെ സിനിമകൾ, അതെല്ലാം കഴിഞ്ഞ് പിന്നെ അമൃത ടിവിയിലേക്ക്. ഈ ഹെയർ സ്റ്റൈൽ എന്ന് പറയുന്നത് നമ്മുടെ ഫേസിന് വല്ലാതെ ചേഞ്ച് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ എത്ര ഭംഗിയായി മേക്കപ്പ് ചെയ്താലും, ഡ്രസ്സ് ധരിച്ചാലും, എന്ത് തന്നെ ചെയ്താലും നമ്മളുടെ ഹെയർ സ്റ്റൈൽ ശരിയായില്ല എങ്കിൽ മൊത്തത്തിൽ പോകും. മേക്കപ്പും ഹെയർ സ്റ്റൈലും എല്ലാം ഒരുമിച്ച് നന്നായി വന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ മേക്കപ്പിനൊരു പൂർണ്ണത ഉണ്ടാവുകയുള്ളൂ. കാരണം മേക്കപ്പ് ഇട്ട് അഴുക്കായിട്ട് മുടി കെട്ടിയാൽ അത് ആ മുഖത്തിന് ഒരു ഭംഗി ഉണ്ടാവില്ല. മേക്കപ്പ് ഇട്ടതും കൂടെ പോകും. കാരണം നമ്മുടെ ഹെയർ സ്റ്റൈൽ നന്നാവണം. അതായത് നമ്മളുടെ ഫേസിന് ചേരുന്ന വിധം നമ്മൾ ഹെയർ ചെയ്യണം. ആദ്യം ഫ്രണ്ട് പോർഷൻ കറക്റ്റ് ചെയ്യണം. ആ ചെയ്യുന്നതാണ് നമ്മളുടെ മുഖത്തിന് ഭംഗി വരുത്തുന്നത്. മേക്കപ്പ് നമ്മൾ എത്ര ചെയ്താലും ഹെയർ സ്റ്റൈല് മോശമായാൽ ആ മേക്കപ്പിൻ്റെ ഭംഗിയും കൂടെ പോകും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫ്രണ്ട് പോർഷനിലെ മുടി നമ്മൾ എങ്ങോട്ട് ചീവണം, എങ്ങനെ ചീവിയാൽ നമ്മൾക്ക് നന്നായി ഇരിക്കും, എങ്ങനെ നമ്മൾ കോംബ് ചെയ്താൽ നമ്മുടെ ഫേസിന് ചേരും, ഇണങ്ങും എന്നൊക്കെ ഉള്ളത് നമ്മൾ നോക്കണം. അതെങ്ങനെയാണെന്നുള്ളതാണല്ലോ ഇനി ചോദ്യം, അല്ലേ? മിക്കവർക്കും അതറിയില്ല. അതെങ്ങനെ ചെയ്യണം, എങ്ങനെ ചെയ്താൽ എൻ്റെ മുഖത്തിന് ചേരും, അങ്ങനെയൊക്കെ ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരുമോ എന്ന് എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്. എൻ്റെ ഫേസിന് ചേരുന്ന രീതിയിൽ എൻ്റെ ഹെയർ ഒന്ന് കെട്ടിത്തരുമോ, കാണിച്ചു തരുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ശരിയാണ്, എല്ലാവർക്കും അറിയണമെന്നില്ല. അപ്പോൾ ഞാൻ അത് കാണിച്ചു തരാം. എൻ്റെ മുടിയിൽ തന്നെ കാണിക്കാം. ഇപ്പം നമ്മൾ ആദ്യം നമ്മുടെ ഹെയർ ഇങ്ങനെ കോംബ് ചെയ്ത് ബാക്കിലോട്ട് എടുത്ത് നോക്കണം. ബാക്കിലേക്ക് നമുക്ക് ചീവിയാൽ ചേരുമോ എന്ന് നോക്കണം. അത് ചേരുന്നില്ല എന്ന് നമുക്ക് തോന്നിയാൽ അടുത്തത് നമ്മൾ സൈഡിലേക്ക് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് നോക്കണം. ലെഫ്റ്റിലേക്ക് നോക്കുമ്പം അത് നന്നായി എന്ന് തോന്നുവാണെങ്കിൽ അത് തിരഞ്ഞെടുക്കുക. അല്ല, അത് ചേരുന്നില്ല, റൈറ്റിലേക്കാണെന്നുണ്ടെങ്കിൽ അത് നോക്കണം. അത് നോക്കുമ്പം അത് ഫേസിന് ചേരുന്നെങ്കിൽ അത് ഉപയോഗിക്കുക. അതുമല്ല, ഇതൊന്നുമല്ല, സെൻറ്റർ പാർട്ട് എടുത്തിട്ട് അതാണ് നിങ്ങൾക്ക് ചേരുന്നതെങ്കിൽ അങ്ങനെയും ചെയ്യാം. അങ്ങനെ നമ്മളുടെ ഈ ഫ്രണ്ടിലെ ഹെയർ എടുത്തിട്ട് നമ്മൾ നോക്കണം എങ്ങനെയാണെന്ന്. അത് നമ്മൾ കറക്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാക്ക് എങ്ങനെ കെട്ടിയാലും കുഴപ്പമില്ല. നമ്മൾ മേക്കപ്പൊക്കെ ചെയ്താൽ ആദ്യം ഈ ഹെയർ എങ്ങനെ കറക്റ്റ് ചെയ്ത് ഫേസ് കറക്റ്റാണോ അല്ലെങ്കിൽ മുഖത്തിന് അത് ചേരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് നമ്മൾ ബാക്കിയെല്ലാം ചെയ്യാവും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. നമ്മുടെ ഫേസിന് ചേരുന്ന ഒരു ഹെയർ സ്റ്റൈലും ചെയ്താൽ ഓക്കെ ആയി. ഇപ്പോൾ മനസ്സിലായോ? പിന്നെ ഒരു കാര്യം, വേറൊരു ടിപ്പെന്ന് പറയുന്നത്, ഈ ഹെയർ ഇങ്ങനെ നമ്മളിങ്ങനെ കോംബ് ചെയ്ത് ഇങ്ങനെ ചപ്പി വെച്ച് കഴിഞ്ഞാൽ അപ്പോഴുള്ള ആ ഭംഗി കണ്ടോ? അങ്ങനെയല്ല, ചപ്പി ഇടുന്ന ആർക്കും ചേരില്ല. ചില ഹെയർ സ്റ്റൈലിന് ചിലപ്പോൾ നമുക്കങ്ങനെ ചെയ്യേണ്ടി വരും. പക്ഷേ എല്ലാവർക്കും ഇങ്ങനെ ചപ്പി ഇടുന്ന കൊള്ളില്ല, ഇങ്ങനെ സ്കാൽപ്പിലേക്ക് ഒട്ടിയിടുന്ന കൊള്ളില്ല. അതിന് നമ്മൾ ചെയ്യേണ്ടത് ഹെയർ സൈഡിലേക്കായാലും ഫ്രണ്ടിലേക്കാണെങ്കിലും എടുക്കുമ്പോൾ ഇങ്ങനെ മുടി കോംബ് ചെയ്യണം. ബാക്ക് കോംബ് ചെയ്യണം. കണ്ടോ? മുകളിൽ നിന്നും താഴേക്ക് ബാക്ക് കോംബ് ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ ഹെയർ ഇങ്ങനെ ഹമ്പ് ചെയ്ത പോലെ ഇങ്ങനെ പൊങ്ങി വരും. അതേ തന്നെ സൈഡിലേക്കാണെങ്കിലും നമ്മൾ ആദ്യം കുറച്ച് ഹെയർ എടുത്തിട്ട് ഇങ്ങനെ ബാക്ക് കോംബ് ചെയ്യണം. ചെയ്തിട്ട് പിന്നെ കുറച്ച് ഹെയർ എടുത്ത് ബാക്ക് കോംബ് ചെയ്യണം. അങ്ങനെ എടുത്ത് ഇങ്ങനെ എല്ലാം ബാക്ക് കോംബ് ചെയ്തിട്ട് നമ്മളിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് താഴ്ന്നിരിക്കുന്നത് പൊങ്ങി വരും. കണ്ടോ? ഇങ്ങനെ പൊങ്ങി വരും. അപ്പോൾ നമുക്ക് ഈ സൈഡ് കണ്ടോ ചപ്പിയിരിക്കുന്നത്, അത് ആ സമയം ഈ സൈഡ് കണ്ടോ ഇങ്ങനെ പൊങ്ങിയിരിക്കുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ സ്ലൈഡോ ടിക് ടാക്കോ ക്ലിപ്പ് എന്തെങ്കിലും വെച്ചത് ഈ സൈഡും അങ്ങനെ തന്നെ നമ്മൾ കോംബ് ചെയ്യണം. എനിക്ക് മുടിയൊന്നുമില്ല കേട്ടോ, ഇത്രയും ഇങ്ങനെ ബാക്ക് കോംബ് ചെയ്യണം. കണ്ടോ? ബാക്ക് കോംബ് ചെയ്തിട്ട് നമ്മളിങ്ങനെ വെക്കുമ്പോൾ കണ്ടോ അവിടെ പൊങ്ങി വന്ന കണ്ടോ പൊങ്ങി വന്നേ. അതുപോലെ
നമ്മൾ മുടി ഇങ്ങനെ എടുത്ത് കോംബ് ചെയ്ത് പൊങ്ങി ഇങ്ങനെ വയ്ക്കണം. അപ്പോൾ ചപ്പി ഇങ്ങനെ പരന്ന് ഒട്ടിയിരിക്കില്ല. ഇപ്പോൾ മനസ്സിലായല്ലോ ബാക്ക് കോമ്പിങ് എന്താണെന്ന്. ചിലർക്കറിയില്ല ബാക്ക് കോമ്പിങ് എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണെന്ന് ചോദിക്കും. ഇതാണ് ബാക്ക് കോമ്പിങ്. മുടി എടുത്തിട്ട് മേളിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ കോംബ് ചെയ്യുന്നു, അതാണ് ബാക്ക് കോമ്പിങ്. ഇപ്പോൾ മനസ്സിലായല്ലോ. ഇപ്പോൾ ഇത്രയും ടിപ്പ് കിട്ടിയില്ലേ. ഇനിയും വീണ്ടും നമുക്ക് ഇതുപോലുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ എനിക്കറിയാവുന്നത് ഞാൻ പറഞ്ഞു തരും. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നെങ്കിൽ എനിക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻസ് ഇടുക, പിന്നെ ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തണം. ഓക്കെ.